എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ സ്പോർട്സ് കോട്ട ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരവും അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരവും അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് അവസാനിക്കും. ഇതുവരെ സ്പോർട്സ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടേണ്ടതാണ്. അഡ്മിഷൻ നേടാതിരുന്നാൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് വിദ്യാർത്ഥികളെ പുറത്താക്കുകയും ചെയ്യുന്നതായിരിക്കും. ആ ഒരു കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ ഇതുവരെ അപേക്ഷ നൽകാത്ത വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് മികവ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനും അതുപോലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ വെരിഫിക്കേഷൻ ചെയ്യുന്നതിനും നാളെ മുതൽ, അതായത് ജൂൺ 21 തീയതി മുതൽ ജൂൺ 25 വരെ ആ ഒരു മികവ് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ആ ഒരു സമയത്ത് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ലിങ്ക് വരികയും നിങ്ങൾക്ക് എന്തെങ്കിലും സ്പോർട്സിൽ വല്ല അതായത് സർട്ടിഫിക്കറ്റുകളോ മറ്റ് നേട്ടങ്ങളോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നൽകിക്കൊണ്ട് നിങ്ങളുടെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോയിക്കൊണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്കോർ കാർഡ് കിട്ടും. അപ്പോൾ ആ ഒരു സ്കോർ കാർഡ് എടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പുതിയ സ്പോർട്സ് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുകയും അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. നിലവിൽ സ്പോർട്സ് കോട്ടയിൽ അപേക്ഷിക്കുകയും മറ്റൊരു കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പോർട്സ് കോട്ടയുടെ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ വല്ല തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുകയും അതുപോലെ തന്നെ ഓപ്ഷൻസ് വല്ലതും മാറ്റണം എന്നുണ്ടെങ്കിൽ അത് പുതിയ വേക്കൻസി ലിസ്റ്റ് പ്രകാരമുള്ള ഓപ്ഷൻസുകൾ വിദ്യാർത്ഥികൾ നൽകുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻസും അതുപോലെ അപേക്ഷയിലെ വിവരങ്ങളും നിങ്ങൾക്ക് തിരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പുതിയ ഒരു അപേക്ഷ സപ്ലിമെൻ്ററി ഘട്ടത്തിനായിട്ട് നൽകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഓൾറെഡി ഈ ഒരു വെരിഫിക്കേഷൻ ചെയ്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതുവരെ ഓൾറെഡി അപേക്ഷിക്കുകയും ഒരു കോട്ടയിലും അലോട്ട്മെൻറ്റ് കിട്ടിയില്ല, അതായത് സ്പോർട്സ് കോട്ടയിലും കിട്ടിയിട്ടില്ല, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിലും കിട്ടിയില്ല, മെറിറ്റ് കോട്ടയിലും അലോട്ട്മെൻറ്റ് കിട്ടിയില്ല, അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷയിൽ വല്ല തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തുകയും അതുപോലെ പുതിയ വേക്കൻസി ലിസ്റ്റ് പ്രകാരമുള്ള ആ ഒരു വേക്കൻസി നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് നൽകുകയും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ പുതിയ അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യുകയും അതിനുശേഷം വിദ്യാർത്ഥികൾ ആ ഒരു സർട്ടിഫിക്കറ്റൊക്കെ വെരിഫിക്കേഷൻ ചെയ്ത് പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുകയും അതിനുശേഷം വിദ്യാർത്ഥികൾ നിങ്ങളുടെ പുതിയ അപേക്ഷ നൽകുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു അപേക്ഷകൾ, അതായത് സ്പോർട്സ് കോട്ട അലോട്ട്മെൻറ്റിലേക്കുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 28 തീയതിയോടെയാണ്. അതായത് 22 തീയതി മുതൽ, അതായത് നിങ്ങൾക്ക് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ 21 മുതൽ 25 തീയതി വരെയും അതിനുശേഷം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്നത് 22 തീയതി മുതൽ ഓപ്ഷനുകളൊക്കെ നിങ്ങൾക്ക് നൽകാൻ സാധിക്കും. അതുപോലെ പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾ ഓൾറെഡി അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാകും, പുതിയ ഓപ്ഷൻസ് ഒക്കെ വെച്ചുകൊണ്ട്. അതുപോലെ ഈ ഒരു അപേക്ഷ നൽകേണ്ട ലാസ്റ്റ് ഡേറ്റ് 26 തീയതിയാണ്, ജൂൺ 26 തീയതിയാണ്. അപ്പോൾ ആ 26 തീയതി വരെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 28 തീയതിയാണ്. അപ്പോൾ 28 തീയതിക്ക് ശേഷം പിന്നീട് നിങ്ങൾക്ക് ആ ഒരു അഡ്മിഷൻ നേടുകയും അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു സ്പോർട്സ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഈ ഒരു ജൂലൈ 1 തീയതിയും ജൂലൈ 1 തീയതിക്ക് ശേഷം ബാക്കിയുള്ള സീറ്റുകളൊക്കെ പൊതു മെറിറ്റ് സീറ്റായി കണക്കാക്കി ആ ഒരു പൊതു മെറിറ്റ് സീറ്റിലേക്ക് 1ാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഒഴിവിനോടൊപ്പം പ്രസിദ്ധീകരിക്കുന്നതുമായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.